തുള്ളിയായി മംഗളം മൊഴിഞ്ഞ മാത്രയിൽ നെഞ്ചിൽ ചാഞ്ഞുറങ്ങവേ പൂപൊഴിഞ്ഞു വീണു പാട്ടുകൾ ആരാരോ തേടുന്നു അന്തിനിലാവളി അമ്മാനം മാനത്തെ കവിത പോലെ കടൽ പോലെ കാറ്റു പോലെ ഓർമ്മയിൽ ഇല്ല ഗൗരി, അയാൾ ഈ ജന്മം പുറത്തിറങ്ങില്ല. അതിനുള്ള എല്ലാ വഴികളും ഞാൻ അടയ്ക്കും. വിലപ്പെട്ട എന്റെ ജീവിതത്തിന്റെ കുറെ വർഷങ്ങളാ അവള് കാരണം തടവറയിൽ എനിക്ക് നഷ്ടപ്പെട്ടത്. എന്റെ സ്വത്തും സമ്പാദ്യവും എല്ലാം നശിച്ചില്ലേ അവൾ ഒറ്റ ഒരുത്തി കാരണം. ഇതുപോലെ എറിഞ്ഞുടയ്ക്കും വേണിയുടെ ജീവിതം. എന്നിട്ടേ ഗിൽബർട്ടിന് ഇനി വിശ്രമമുള്ളൂ. അവളെ മാത്രമല്ല, അവൾക്ക് ജന്മം നൽകിയ തന്തയും. അവളെ അധികമൊന്നും നിനക്കിനി ചെയ്യേണ്ടി വരില്ല. ഏട്ടൻ ഓഫീസിനകത്തിട്ട് കൊല്ലാക്കല ചെയ്യുന്നുണ്ട്. നശിക്കണം അവള്, നശിപ്പിക്കണം. എന്നെ അത്രയ്ക്ക് അപമാനിച്ചിട്ടുണ്ട്. ക്ഷമിക്കേ, അല്പം കൂടി ക്ഷമിക്കേ. നേരിട്ട് കൈ കിട്ടിയിട്ട് വേണം ഈ ഗിൽബർട്ടിനെ എണ്ണി എണ്ണി കണക്ക് ചോദിക്കാൻ. കത്തിക്ക് ഞാൻ കത്തിച്ച് ഭസ്മമാക്കും. മിഠായി വേണോ? മോക്ക് വേണ്ട. ഒരെണ്ണം. മോക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? മിടുക്കി.
വഴിന്ന് ആരെന്ത് തന്നാലും വാങ്ങിക്കഴിക്കരുത്. പിള്ളേരെ പിടുത്തക്കാർ മിഠായി ഒക്കെ തന്ന് മയക്കിക്കൊണ്ടു പോകും എന്നൊക്കെ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? ഉം. ഒരിക്കലേ അമ്മൂനെ അങ്ങനെ ഒരാൾ പിടിച്ചോണ്ട് പോയി. അയ്യോ, എന്നിട്ട്? ചിറ്റ പോലീസിനെ കൊണ്ടുവന്ന് എന്നെ രക്ഷിച്ചത്. ഭാഗ്യം, എന്റെ മോൾ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ. ഉം. അങ്ങനെയുള്ളവരുടെ കയ്യിൽ നിന്ന് ഒന്നും വാങ്ങരുത് കേട്ടോ. അതുകൊണ്ടാ വേണ്ടാന്ന് പറഞ്ഞത്. ആഹാ, അതിന് ഈ ആന്റി അങ്ങനത്തെ ആളല്ലല്ലോ. ആന്റി ആരാ, എങ്ങനത്തെ ആളാന്ന് അതൊന്നും മോൾക്കറിയില്ലല്ലോ. ഓ, ആന്റി അത് പറഞ്ഞില്ലല്ലോ അല്ലേ? അതൊന്നും പറയാതെ മിഠായി വേണോന്ന് ചോദിച്ചാ വേണോന്ന് പറയാൻ മോൾ എന്താ അത്ര കൊതിച്ചിയാണോ? മോളുടെ ക്ലാസ് ടീച്ചർ പോവല്ലേ? അതിന് പകരം വരുന്നതേ ഈ ആന്റിയാ. ആ ടീച്ചർ ഇനി 2 മാസം കൂടിയല്ലേ ഉള്ളൂ. പാവം ടീച്ചറാ. ഞങ്ങൾ എപ്പോഴും പറയും പോവല്ലേ ടീച്ചറെ, പോവല്ലേ ടീച്ചറേന്ന്. ടീച്ചർക്ക് പോയല്ലേ പറ്റൂ. പൊയ്ക്കോട്ടെ. ഈ ആന്റിയും പാവമാ. ആന്റിക്ക് വേറെ ജോലിയൊക്കെ കിട്ടുമായിരുന്നു. പക്ഷേ കുഞ്ഞുങ്ങളെ ആന്റിക്ക് വലിയ ഇഷ്ടമാ. അതുകൊണ്ടാ ടീച്ചറായത്. എപ്പോഴും നിങ്ങളുടെ കൂടെ കളിക്കൊക്കെ ചെയ്യാലോ. അമ്മമ്മോളെ ആന്റിക്ക് അങ്ങ് ഇഷ്ടമായി. മോളുടെ പേരെങ്ങനെ ആന്റിക്ക് അറിയാം? അത് അമ്മമ്മോളെന്ന് മോള് തന്നെയല്ലേ പറഞ്ഞത്? ദാ. ആന്റി ഇറങ്ങി വാ. ആന്റി, ഇതാന്റെ അച്ഛൻ. ആഹാ, നമസ്തേ. ഞാൻ അപർണ. അമ്മേ, തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? ഇവിടെ നീ എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലല്ലേ? ഇല്ല, നിഴൽ പോലെ നിങ്ങളുടെ പിന്നാലെ ഉണ്ടാവും, നിങ്ങളുടെ അന്ത്യം കുറിക്കുന്നത് വരെ. ഭീഷണിയാ? കൂടുതലായാൽ എല്ലാം ഞാൻ ഇന്ദുവിനോട് തുറന്നു പറയും. എന്താ പറയാൻ പോകുന്നത്? ഞാൻ നിങ്ങളുടെ ആദ്യ ഭാര്യയാണെന്നോ? എന്താ പറയില്ലെന്ന് കരുതിയോ? പക്ഷേ അതുമാത്രമല്ലേ പറയാൻ കഴിയൂ. അല്ലാതെ ചില രഹസ്യങ്ങൾ കൂടി ഇല്ലേ നമ്മൾക്കിടയിൽ? മറ്റാർക്കും അറിയാത്ത ചില രഹസ്യങ്ങൾ. നമുക്ക് രണ്ടുപേർക്ക് മാത്രം അറിയാവുന്ന ചില രഹസ്യങ്ങൾ. അതെന്തോനോട് പറയാൻ നിങ്ങൾക്ക് കഴിയോ? ഇല്ല, നിങ്ങൾക്കത് പറയാൻ കഴിയില്ല. പക്ഷേ എനിക്ക് കഴിയും. പറയണോ? പറയണോ അമ്മുക്കുട്ടി ആരുടെ കുഞ്ഞാണെന്ന്? അത് കേട്ട് ഇന്ദുവിന് വീണ്ടും സമനില തെറ്റണോ? സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം. ആന്റി, ദാ ഇതാന്റെ അമ്മ. നമസ്തേ, ഞാൻ അപർണ. മോള് പറഞ്ഞു, ഞാൻ ഇന്ദു. അമ്മൂന്റെ സ്കൂളിൽ 2 മാസം കഴിഞ്ഞാൽ ഒരു ടീച്ചറുടെ വേക്കന്റ് ഉണ്ട്. പിന്നെ അമ്മൂന്റെ ടീച്ചറാ ഞാൻ. അമ്മൂനെ കണ്ടപ്പോ എനിക്ക് വല്ലാണ്ടങ്ങ് ഇഷ്ടമായി. കുഞ്ഞുങ്ങളില്ലാത്തതുകൊണ്ട് അമ്മൂനെ പോലുള്ള കുട്ടികളെ കാണുമ്പോ എന്താ പറയേണ്ടെന്നറിയില്ല. ജീവിക്കാനുള്ള സമ്പാദ്യമുണ്ട്, ടീച്ചറാവാൻ മോഹവുമില്ല. പക്ഷേ എന്നിട്ടും അതാ ആഗ്രഹിക്കുന്നത്. കുറെ കുഞ്ഞുങ്ങളോടൊപ്പം ജീവിക്കാമെന്ന് കരുതിയ. മക്കളില്ലാത്തവർക്കേ അതിന്റെ വേദന അറിയൂ. അമ്മുക്കുട്ടി എനിക്ക് വല്ലാതെ അങ്ങ് പിടിച്ചു. അമ്മുക്കുട്ടിയുടെ അച്ഛനോടും ഇന്ദുവിനോടും
എനിക്കൊരു അപേക്ഷയുണ്ട്. എന്താ? അമ്മുനെ സ്നേഹിക്കാനും ലാളിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം, ഇടയ്ക്ക് ഇവിടെ വന്ന് അമ്മുനെ കാണാനുള്ള ഒരു അനുവാദം. അതിനെന്താ, എപ്പോഴും വരാം, സ്നേഹിക്കാം, ആരും എതിര് പറയില്ല. സന്തോഷായി. ആ, അകത്തേക്കിരിക്കാം, വാ, ഞാൻ ചായ എടുക്കാം. അയ്യോ, ഒന്നും വേണ്ട. അത് പറ്റില്ല, ആദ്യമായിട്ട് വരികയല്ലേ മോളെ. ടീച്ചറോട് ഇരിക്കാൻ പറ, വാ. വാ ടീച്ചറെ. ഇരിക്കാൻഡി. അച്ഛനെന്താ ആന്റിയോടൊന്നും മിണ്ടാതെ നിൽക്കുന്നേ? ഒന്നും മിണ്ടാൻ കാണില്ല. ചിലപ്പോ ആന്റി അച്ഛനെ ഇഷ്ടപ്പെട്ട് കാണില്ല. ഏയ്, അതൊന്നുമല്ല. എന്റെ അച്ഛൻ നല്ല അച്ഛനാ. അതെ, നല്ല അച്ഛൻ. ഞാൻ ആ വീട്ടിൽ കയറി ചെല്ലുമെന്നും ഇന്ദുവിനെ പരിചയപ്പെടുമെന്നും ആ കുഞ്ഞെന്നെ ഇഷ്ടപ്പെടുമെന്നും ഒന്നും സ്വപ്നത്തിൽ പോലും അയാൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. നീ അയാളെ നിരന്തരം ശല്യപ്പെടുത്തുമ്പോ സഖികെട്ട് അയാളെ രഹസ്യം ഇന്ദുവിനോട് തുറന്നു പറഞ്ഞാലോ? ഏട്ടന്റെ ചോദ്യം ന്യായമാണ്. ഇക്കാര്യം ഇന്ദുവിനോട് തുറന്നു പറഞ്ഞ് എന്നെ നാണം കെടുത്തുവെന്ന് അയാൾ എന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ അങ്ങനെ നാണം കെടുത്താൻ ഒരു അവസരം ഏട്ടന്റെ പെങ്ങളുണ്ടാക്കുമെന്ന് തോന്നുന്നുണ്ടോ? അവിടെയാണ് ഈ അപർണയുടെ വിജയം. മറ്റൊരു തുറുപ്പ് ചീട്ട് അയാൾക്ക് മുന്നിൽ ഞാൻ ഇറക്കി. ആ തുറുപ്പ് ചീട്ടാ അയാളെ വല്ലാതെ നടുക്കിക്കളഞ്ഞത്. അതോടെ അപർണയുടെ മുന്നിൽ ഗോപന്റെ പത്തി മടങ്ങി. ഇനിയാണ് അയാൾ ഭ്രാന്തനായി മാറുക. എങ്ങനെ? ഏട്ടൻ ഈ അക്രമവാസനയും ഗുണ്ടായിസോ അല്ലാതെ ബുദ്ധിപരമായി എന്തെങ്കിലും ചിന്തിക്കാൻ കഴിവുണ്ടോ? ഞാനും അമ്മുക്കുട്ടിയും തമ്മിലുള്ള അടുപ്പം, ഇന്ദുവുമായുള്ള എന്റെ ചങ്ങാത്തം, ഞാൻ അയാളുടെ ഭാര്യയാണെന്ന സത്യാവസ്ഥ അറിയാതെ ഇന്ദു എന്നോട് കൂടുതൽ അടുക്കുമ്പോൾ അയാൾക്കുണ്ടാകുന്ന സമാധാനക്കുറവ്, രണ്ടു ഭാര്യമാർക്കിടയിൽ നിന്നുകൊണ്ട് അയാൾ വീർപ്പ് മുട്ടുന്നത് എനിക്ക് കാണണം. ഞാൻ ചവിട്ടി തൊഴിച്ചതുപോലെ നാളെ ഇന്ദു അയാളെ ചവിട്ടി തൊഴിക്കണം. എന്നെ പിരിഞ്ഞ് അയാൾ തെരുവിൽ കിടന്ന് പിച്ച തെണ്ടിയാൽ പോലും എനിക്ക് സങ്കടമില്ല. പക്ഷേ മറ്റൊരുത്തിയോടൊപ്പമുള്ള ജീവിതം, അതിന് ഞാൻ അയാളെ അനുവദിക്കില്ല. അയാളുടെ ആ ജീവിതം ഈ അപർണ തകർക്കും. അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനു ജീവിക്കണം? പട്ടാപ്പകൽ ഓരോരുത്തരുടെ തലയറുക്കുകയും സ്വത്ത് തട്ടിയെടുക്കുകയൊക്കെ ചെയ്യുന്നവര് ആരെയും പേടിക്കാതെ നെഞ്ചും വിരിച്ചു നടക്കുന്നു. ഒരു കൈപ്പഴ പറ്റിയ മാഷിന് മാത്രം ജാമ്യം പോലും ഇല്ല. എനിക്ക് മനസ്സിലാവുന്നില്ല ഈ നാട്ടിലെ നീതി ന്യായമൊന്നും. ഇതൊക്കെ മനുഷ്യന്റെ ഉപകാരത്തിന് വേണ്ടിയിട്ടാണ് പറച്ചില്. എന്തോ ഇപ്പൊ എനിക്കതിലത്ര വിശ്വാസമൊന്നുമില്ല. അമ്മ എന്തൊക്കെയാ പറയുന്നത്? അമ്മ പറയുന്നതിലും കുറെ കാര്യങ്ങളുണ്ട് ഹരീന്ദ്ര. പക്ഷേ അതൊന്നും എഴുതി വെച്ചിരിക്കുന്ന നിയമത്തിന്റെ കുഴപ്പമല്ല. അവയിലെ പഴുതുകൾ കണ്ടെത്തി സൗകര്യം പോലെ വളച്ചൊടിച്ച് സ്വന്തം താല്പര്യം സംരക്ഷിക്കുന്നുണ്ട് ചിലർ. ഡിപ്പാർട്ട്മെന്റിലെ ചിലരെങ്കിലും അതിനൊത്താശ ചെയ്യുന്നുണ്ട്. ഇതൊന്നും ഈ യൂണിഫോം ഇട്ടുകൊണ്ട് പറഞ്ഞുകൂടാത്ത കാര്യങ്ങളാ. എന്നാലും ചിലത് പറയാതെ വയ്യല്ലോ. മാഷിന്റെ കാര്യം തന്നെ എടുത്തു നോക്ക്. കഴിഞ്ഞകാല ജീവിതത്തിൽ ഒരിക്കലും ഒരു കുറ്റവാളിയുടെ മുഖം പേറി നിൽക്കേണ്ടി വന്നിട്ടുള്ള ആളല്ല. മറ്റാർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കാതെ ജീവിച്ചു പോന്ന മനുഷ്യൻ. ആ മനുഷ്യൻ ഒരാളെ കൊന്നെങ്കിൽ തന്നെ അതെന്തിനു വേണ്ടിയാണെന്ന് ചിന്തിക്കണ്ടേ? ജാമ്യം അനുവദിച്ചു എന്ന് വെച്ച് കേസന്വേഷണത്തിന് തടസ്സം സൃഷ്ടിക്കുകയോ തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്ന ആളുമല്ല. അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്കേ ഇപ്പൊ കാലമുള്ളൂ. മാഷിനെ കുറിച്ച് ഈ വസ്തുതയൊക്കെ എത്ര ആവർത്തിച്ച് പറഞ്ഞിട്ടും മുകളിലിരിക്കുന്നവർക്ക് ബോധ്യം വരുന്നില്ല. ശരിക്കും ബോധ്യം വരാത്തതല്ല, ബോധ്യം വരുന്നില്ല എന്ന് നടിക്കുന്നതാ. മാഷിന് ജാമ്യം കിട്ടരുതെന്ന് ആർക്കും നിർബന്ധമുള്ളതുപോലെ. അതിനിപ്പോ അങ്ങനെ ആരും ഉണ്ടാവില്ല സാറേ. ഏതായാലും കഷ്ടം തന്നെ. ഈ സങ്കടങ്ങളെല്ലാം ഉള്ളിൽ അടക്കി പിടിച്ചോണ്ട് നടക്കുന്ന ആ പാവം കുട്ടിയെ കാണുമ്പോഴാ എനിക്ക് വിഷമം. ഒരു നിമിഷം അതിനൊരു സ്വസ്ഥതയില്ല. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പരക്കം പാച്ചിലാ കൂടുതലും. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ഓടുന്നവർക്കാ ശത്രുക്കളേറെ ഉണ്ടാവുക. ഞാൻ അറിഞ്ഞിടത്തോളം അങ്ങനെയൊന്നും ഉണ്ടാവില്ല സർ. നേരിട്ടാവണമെന്നില്ല ഹരീന്ദ്രൻ. ശത്രുവിന്റെ ശത്രു മിത്രമെന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ ഇപ്പൊ എന്റെ സംശയം ആ വഴിക്ക.
നേരിട്ട് രംഗത്ത് വരാതെ തിരശ്ശീലയ്ക്ക് പിന്നിലിരുന്ന് എല്ലാം നിയന്ത്രിക്കുന്ന ഒരു ശത്രു. സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം കൊള്ളാം. ശത്രുക്കൾ ഉണ്ടോ എന്നോ? ചിലർക്ക് ദൈവം, ചിലർക്ക് മനുഷ്യർ. ആർക്കാര് വേണമെങ്കിലും ശത്രുവായി കൂടെ? അയാൾക്ക് ജാമ്യം കിട്ടരുതെന്ന് ഇപ്പൊ ഞാനും ആഗ്രഹിക്കുന്നില്ലേ? അതിനുവേണ്ടി ശ്രമിക്കുന്നില്ലേ? ശ്രമിച്ചോ? കഠിനമായി തന്നെ ശ്രമിച്ചോ? ആ ഒരു തരത്തില് എനിക്ക് ആ മനുഷ്യനോട് സഹതാപം. ഇത്രയും നല്ലൊരു ജീവിതം നയിച്ച മനുഷ്യൻ ഈ വയസ്സുകാലത്ത് കൊല്ലുന്നതിന് മുമ്പ് ഇരയെ മാക്സിമം മാനസികമായി തകർക്കണം. അതൊരു തന്ത്രമാണ് ഗിൽബർട്ടെ. കൃഷ്ണവേണി മനോവേദന കൊണ്ട് നട്ടം തിരിയണം. ഓരോ ദിവസവും ഓരോന്നും. നേരിടേണ്ടി വരുന്ന മാനസിക സമ്മർദ്ദങ്ങളുടെ അളവ് ക്രമാതീതമാവുമ്പോൾ ഈ ലോകം വിട്ടുപോവാൻ അവൾ തന്നെ ഒരു വഴി കണ്ടുപിടിക്കും. അവൾ എന്നോട് കാണിച്ചതിന്റെ ബലിയാട് മാത്രം ആ മനുഷ്യൻ. എന്റെ 3-4 വർഷങ്ങൾ, എന്റെ സമ്പാദ്യം എല്ലാം നശിപ്പിച്ചത് അവളാ. അവൾ ഒരിക്കലും സ്വൈര്യമായി ഈ ഭൂമുഖത്ത് ജീവിക്കില്ല. കൈവരുന്ന ഓരോ അവസരത്തിലും വേദനയുടെ ഓരോ സമ്മാനം അവൾക്ക് കൊടുക്കാൻ ഗിൽബർട്ട് നോക്കിയിരിക്കുക. പത്തി വിടർത്തി ചീറ്റുന്ന ഒരു പാമ്പിന്റെ രൂപ അവളെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്. തല്ലണം, തല്ലി ചതയ്ക്കണം. ഗൗരി സമാധാനിക്ക്. വീണ് കിടക്കുന്ന അവളുടെ നെഞ്ചില് പുഷ്പചക്രം വെച്ച് ആഹ്ലാദിക്കാൻ ഒരവസരം വരും. ഗിൽബർട്ട് ഓരോന്നായി തുടങ്ങിയിട്ടേയുള്ളൂ. ഹലോ. ഞാനാ നന്ദഗോപാൽ. ആ എന്താ സർ? നമ്മുടെ പ്രതീക്ഷകൾക്ക് വിപരീതമായിട്ടാ പലതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സാർ കാര്യം എന്താന്ന് പറയൂ. കേട്ടാൽ വേണിക്ക് വിഷമാവുമെന്നറിയാം. പക്ഷേ പറയാതെ നിവർത്തിയില്ലല്ലോ. ഗോവിന്ദമാഷിന്റെ ജാമ്യം ജില്ലാ കോടതി നിഷേധിച്ചു. മാഷിനെതിരെ ആരൊക്കെയോ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. അതാരാണെന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഒന്നുറപ്പാ, പണവും ആൾസ്വാധീനവും കൊണ്ട് ജുഡീഷ്യറിയെ പോലും വിലയ്ക്ക് വാങ്ങാൻ കൽപ്പുള്ള ചില പ്രബല ശക്തികളാ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. എന്തായാലും തോറ്റുകൊടുത്തുകൂടാ. ഈ ജില്ലാ കോടതി എന്ന് പറയുന്നത് അവസാന വാക്കൊന്നും അല്ലല്ലോ. ഇതിന് പിന്നിലെ ശക്തികൾ ആരായാലും അവരെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും. അല്ലെങ്കിൽ പിന്നെ എന്റെ ഈ കുപ്പായത്തിൽ നക്ഷത്രങ്ങൾക്ക് വിലയില്ലല്ലോ. വേണി ധൈര്യമായിട്ടിരിക്കെ. മാഷിനു വേണ്ടി ഞാനുണ്ടാവും തന്റെ കൂടെ. ഹലോ, ഓഫീസിലിരുന്ന മയക്കവും മനോരാജ്യവും ഇന്നലെ രാത്രി ഉറക്കൊഴിഞ്ഞ് എന്തായിരുന്നു പണി? കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗും കുറച്ചക്കറും കയ്യിലുണ്ടെന്ന് വീമ്പിളക്കിയാ പോരാ, പണി അറിയണം. അതിനുള്ള കപ്പാസിറ്റി ഇല്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കരുത്. ഉണ്ടാക്കി വച്ചിരിക്കുന്നു ഒരു റിപ്പോർട്ട്.